ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കോടതി വീണ്ടും ചേർന്നപ്പോൾ അവിടെ സാക്ഷി പറയാനെത്തിയ തൻ്റെ ബ്രഹ്മാസ്ത്രമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ അവിടെ കോടതിക്ക് മുന്നിലേക്ക് ഹാജരാക്കുകയാണ് ആരതി. ഈ സമയം അവിടേക്കെത്തിയ ജഡ്ജി പറഞ്ഞു, എന്തായാലും സാക്ഷി കൂടെ നിൽക്കുന്ന ഈ സാക്ഷി അയാളുടെ മുഖത്തുള്ള ആവരണം ഒന്ന് ഉയർത്തി എല്ലാവരും ആരാണ് താനെന്നുള്ള കാര്യം വെളിപ്പെടുത്തണമെന്ന് അറിയിച്ചു. അങ്ങനെ തന്റെ മുഖത്തുനിന്ന് പർദ്ദയുടെ വെയിൽ മാറ്റുന്ന അനഘയെ കണ്ട് ഏവരും ഞെട്ടുകയാണ്. ഉടനെ ആരതി അനഘ ആരാണെന്നുള്ള സത്യം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി. അവന്തികയും സച്ചിയും അടുത്തിരുന്ന ബിജുകുട്ടനുമൊക്കെ ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ ആരതി ഈ നിൽക്കുന്ന അനഘ ഈ നിൽക്കുന്ന അവന്തിക എന്ന സ്ത്രീയുടെ സഹോദരിയാണ് എന്ന് പരിചയപ്പെടുത്തി. അതിനുശേഷം എന്താണ് അനഘയ്ക്ക് ഈ കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ളതെങ്കിൽ അത് പറഞ്ഞോളൂ എന്നറിയിച്ചു. ഉടനെ അനഘ എല്ലാ കാര്യങ്ങളും കോടതിയോട് തുറന്നു പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ത്രീയുടെ സഹോദരി തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെയും ഞങ്ങൾ രണ്ടുപേരും ഒരച്ഛൻ്റെ മക്കൾ തന്നെ. പക്ഷേ എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഈ സ്ത്രീ നെല്ലിശ്ശേരിയിലേക്ക് നന്ദേട്ടൻ്റെ ഭാര്യയായി വലതുകാൽ വെച്ച് കയറിയതൊന്നും ആ കുടുംബത്തിൻ്റെ നല്ലതിനു വേണ്ടിയോ ആ കുടുംബത്തെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ ആയിരുന്നില്ല. മറിച്ച് ആ കുടുംബത്തെ ദ്രോഹിക്കാനും പക വീട്ടാനുമായിരുന്നു എൻ്റെ ചേച്ചി എന്ന ഈ സ്ത്രീയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. എന്ത് കാരണത്താലാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് കോടതി അന്വേഷിച്ചപ്പോൾ അത് മനസ്സിലുള്ള തെറ്റിദ്ധാരണ. ആദ്യമൊക്കെ എനിക്ക് നെല്ലിശ്ശേരിയിലുള്ളവരോട് വൈരാഗ്യവും ഇതേപോലെ തന്നെ എനിക്കും അവരോട് പകയുമൊക്കെയായിരുന്നു. എന്നാൽ പിന്നെ പിന്നെ അവർ എനിക്ക് നൽകിയ സ്നേഹവും കരുതലും സ്വന്തം സഹോദരിയെ പോലെ സ്വന്തം അനുജത്തിയെ പോലെയാണ് അവരെന്നെ സ്നേഹിച്ചത്. സ്വന്തം മകളെ പോലെയാണ് സേതു അങ്കിള് എന്നെ സ്നേഹിച്ചതും പരിഗണിച്ചതും. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സത്യസന്ധതയും അവരുടെ നിഷ്കളങ്കതയും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ നിരപരാധികളാണെന്ന് എനിക്ക് തിരിച്ചറിയാനും സാധിച്ചു. എന്നാൽ എൻ്റെ അച്ഛൻ്റെ മരണം അതിന് കാരണക്കാർ സേതു അങ്കിളും കുടുംബവുമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവരുടെ മനസ്സിൽ ഇത്തരത്തിലൊരു പകയുണ്ടാക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ ഇവർ നെല്ലിശ്ശേരിയെ തകർക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. അതിനു വേണ്ടതെല്ലാം അവർ ചെയ്തു കൂട്ടി. നെല്ലിശ്ശേരിയിലേക്ക് നന്ദേട്ടന്റെ ഭാര്യയായി വലതുകാൽ വെച്ച് കയറിയെങ്കിലും പിന്നീട് ഇവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നെല്ലിശ്ശേരിയെ തകർത്തെറിയുന്നതിന് വേണ്ടി ഇവരുടെ പഴയ കാമുകനായ ധനുഷിനെയും അവിടേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവിടെ ചെയ്തു കൂട്ടിയതൊക്കെ ഒരിക്കലും ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ക്രൂരകൃത്യങ്ങളാണ് ഇവർ ചെയ്തത്. സത്യത്തിൽ സേതു അങ്കിളിന്റെ വീട്ടിൽ ഇവരുടെ പ്രവൃത്തികളെ കൃത്യമായി എതിർത്തിരുന്നതും ഇവരെ കൃത്യമായി മനസ്സിലാക്കിയതും അർച്ചനടുത്തി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവും ഇവരെ എന്നും ചെറുത്തു നിന്നിരുന്നതും അർച്ചനടുത്തി മാത്രമാണ്. സച്ചിയേട്ടനും അർച്ചനേട്ടത്തിയും തമ്മിലുള്ള സ്നേഹബന്ധം അത് തകർക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവർ അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഈ തവണ ഇവർ സേതു അങ്കിളിനെയും അർച്ചനേട്ടത്തെയും കൊല്ലാനും ശ്രമിച്ചു. അന്ന് വിഷം കൊടുത്ത് ഇവർ കൊല്ലാനായി എല്ലാവരെയും കൊല്ലാനുള്ള ശ്രമവും ഇവർ നടത്തിയിരുന്നു എന്ന് അനഘ വെളിപ്പെടുത്തി. എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്? ശരിക്കും എന്തൊക്കെ ക്രൂരതകളാ ഇവർ ആ കുടുംബത്തോട് കാണിച്ചത് എന്ന് ചോദിച്ചതും, നിങ്ങൾക്ക് ഈ സ്വത്തുക്കളൊക്കെ സേതുങ്ങളുടെ കയ്യിൽ നിന്ന് സേതുമാധവൻ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് സേതുമാധവൻ ഈ സ്വത്തുക്കളൊക്കെ ഇവർക്ക് എന്ത് കാരണത്താലാണ് എഴുതി കൊടുത്തത് എന്ന് ചോദിച്ചതും ഉടനെ അനഘ പറഞ്ഞു, അത് എഴുതി കൊടുക്കാനുണ്ടായ കാരണം അത് സേതുവങ്ങൾ മനഃപൂർവ്വം ഇഷ്ടത്തോടെ ചെയ്തു കൊടുത്ത കാര്യങ്ങളായിരുന്നില്ല. മാത്രമല്ല സേതുവങ്ങളിനെ നിർബന്ധിച്ച് ഇവര് ഭീഷണിപ്പെടുത്തി അങ്കിളിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊക്കെ നേടിയെടുക്കുകയാണ് ഉണ്ടായത്. അതായിരുന്നു യാഥാർത്ഥ്യം എന്ന് അനഘ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ സേതു അങ്കിളാകെ തകർന്നു പോയതും ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരിയും ഇവർ തന്നെയാണ് എന്ന് അനഘ കോടതിക്ക് മുന്നിൽ എല്ലാം വെളിപ്പെടുത്തി. എല്ലാം കേട്ട് കഴിഞ്ഞതും കോടതിയുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി തുറന്നു പറഞ്ഞ അനഘ അവന്തിക എന്ന തൻ്റെ സഹോദരി ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ ഓരോന്നോരോന്നായി കോടതിക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമായി. ഇവിടെ വാദിഭാഗം വാദിച്ചതെല്ലാം സത്യമാണെന്നും യഥാർത്ഥത്തിൽ ഇവിടുത്തെ വാദിയായ സച്ചിയുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നും ഇവിടെ പ്രതിഭാഗം വക്കീലിന് അവരുടെ ന്യായങ്ങൾ ഇവിടെ സത്യസന്ധമായി തെളിയിക്കുവാനോ ഇവർ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നും വാദിഭാഗം വാദിച്ച കാര്യങ്ങളൊക്കെ സത്യമല്ല എന്ന് പ്രൂവ് ചെയ്യാനും സാധിക്കാത്ത പക്ഷം ഈ കേസിന്റെ വിധി അടുത്ത മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് കോടതി അറിയിച്ചു. അതുമാത്രമല്ല അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ടും സത്യസന്ധമാണ് എന്ന് ഇതിനാൽ ഈ തെളിവുകളുടെയും ഇവിടെ വന്ന സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ കോടതി വിലയിരുത്തുന്നുവെന്നും അറിയിച്ച് കോടതി അവിടെ നിന്ന് പിരിച്ചുവിട്ടു. അതോടെ സച്ചിയുടെ ആ നീക്കം സച്ചിയുടെ
ഭാഗത്തുനിന്നുണ്ടായ നീക്കം വിജയിച്ചുവെന്നും സച്ചി രക്ഷപ്പെട്ടുവെന്നും മനസ്സിലാക്കി. പിന്നിൽ നിന്ന് അർച്ചന സമാധാനത്തോടെ തന്റെ സച്ചിയേട്ടൻ ജയിച്ചുവെന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോൾ അവിടെ സത്യങ്ങൾ ഏറ്റു പറയാനെത്തിയ അനഘയുടെ അരികിലേക്ക് എത്തി. സച്ചി സന്തോഷത്തോടെ അനഘയെ ചേർത്ത് പിടിച്ചു. മോളെ, നീ ഏട്ടനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ആരതിയുടെ കൈ പിടിച്ചുകൊണ്ട് സച്ചി പറഞ്ഞു, വക്കീലെ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, നമ്മൾ ജയിച്ചു വക്കീലെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആരതി പറഞ്ഞു, ഇനി ഇക്കാര്യത്തിൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട സച്ചി, എല്ലാം തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി തന്നെ വരും. ഇനി വിധി വരേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ പ്രതിക്കൂട്ടിൽ നിന്ന് ഇറങ്ങിയ അവന്തിക ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടത്. തൊട്ടു പിന്നാലെ വക്കീൽ അവിടെ നിന്ന് പോയപ്പോഴേക്കും മൂർത്തിയും അവന്തികയും വക്കീലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചനയും ആകെ കണ്ണുനീരോടെ അവിടെ എല്ലാവരെയും നോക്കിയിരുന്നു. ഉടനെ അനഘയും ആരതിയും കൂടി പുറത്തേക്ക് ഇറങ്ങി. അർച്ചന മാത്രം തനിച്ച് ആ കോടതി മുറിയിലിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സച്ചിയും അർച്ചനെ അവിടെ ഇരിക്കുന്നത് സച്ചിയുടെ കണ്ണിൽപ്പെട്ടു. സച്ചി വേഗം തന്നെ അതാരാണെന്ന സംശയത്തോടെ അരികിലേക്ക് ചെന്നു. അർച്ചന ആകെ പരിങ്ങല്ലായങ്ങ് നിൽക്കുമ്പോഴേക്കും സച്ചി അരികിലേക്ക് ചെന്നപ്പോൾ ഒന്നും മിണ്ടാതെ അർച്ചന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി ശ്രമിക്കുന്നതിനിടയിൽ സച്ചി അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അർച്ചനയുടെ കണ്ണുകളിലേക്ക് തന്നെ രൂക്ഷമായി സച്ചി നോക്കുമ്പോഴേക്കും സച്ചിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അർച്ചനയ്ക്ക് സാധിച്ചില്ല. ഒടുവിൽ സച്ചി പതിയെ ആ പർദ്ദയുടെ വെയിൽ പൊക്കിയതും അർച്ചനയാണെന്ന് മനസ്സിലാക്കിയ സച്ചി അർച്ചനയെ നോക്കിയപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയേട്ടാ എന്ന് വിളിച്ച് സച്ചിയുടെ നെഞ്ചിലേക്ക് ചേർന്നു. സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ആ സന്തോഷം പങ്കിടുമ്പോൾ അതെല്ലാം അർച്ചന അങ്ങനെയെല്ലാം ആലോചിക്കുമ്പോഴേക്കും പെട്ടെന്ന് തൻ്റെ അടുത്ത് തൻ്റെ അരികിൽ നിന്നിരുന്ന സച്ചിയേട്ടനെ കാണാതായതുപോലെ തൻ്റെ ആ നിമിഷത്തിൽ മനസ്സിലേക്ക് കടന്നു വന്ന ആ സ്വപ്നം അത് വെറുമൊരു സ്വപ്നമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പെട്ടെന്ന് ചുറ്റുപാട് നോക്കി അർച്ചന തിരിച്ചറിഞ്ഞു. സച്ചി അടുത്തുണ്ടായിരുന്നു എന്ന പ്രതീക്ഷയോടെ നിന്നിരുന്ന അർച്ചന അവിടെയെല്ലാം നോക്കിയിട്ടും സച്ചിയെ കാണാതായതോടെ വേദനയോടെ ആ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്തിക ആകെ കലിതുള്ളി നിൽക്കുകയായിരുന്നു. ഉടനെ അടുത്തു നിന്ന് വക്കീൽ പറഞ്ഞു, മേഡം, ആദ്യം വിധി വരട്ടെ, എന്നിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ, അതിനെ നേരിടാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചാവാലി പട്ടികളെയും എനിക്ക് വിശ്വാസമില്ല, ഒന്നിനോടും എനിക്ക് യാതൊരു താല്പര്യവുമില്ല, എനിക്കറിയാം എന്ത് വേണമെന്ന്, ആരും എന്നെ ഉപദേശിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യപ്പെട്ട് നിന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആരതിയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്ന അനഘയെ കണ്ടത്. പർദ്ദ മാറ്റി വരുന്ന അനഘയെ കണ്ടതോടെ അവന്തിക ദേഷ്യത്തോടെ, എടി നീ എന്നെ ചതിച്ചല്ലേടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അരികിലേക്ക് ചെന്ന് അവന്തിക അനഘയെ തല്ലാനായി കൈ ഉയർത്തിയതും ഉടനെ ഇടയിൽ നിന്ന് ആരതി അവന്തികയെ തടഞ്ഞു. നിർത്തിക്കോ, അതെ ഇത് കോടതിയാണ്, ഇവിടെ വെച്ച് വാദിഭാഗത്തെ സാക്ഷിയെ പ്രതിഭാഗം കൈകാര്യം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക ആകെ ഭയന്നു നിന്നു. ഉടനെ അനഘ പറഞ്ഞു, വേണ്ട ചേച്ചി, ഇവരെന്തെങ്കിലും ചെയ്യട്ടെ, ഇവരുടെ അനുജത്തിയായി ജനിച്ചത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം, അതുകൊണ്ട് എന്നെ കൂടി തീർന്നാൽ ഇവരുടെ കലിയടങ്ങുമെങ്കിൽ അങ്ങനെ ആവട്ടെ, ഇന്നേ വരെ ഇവരെന്നെ സ്നേഹിച്ചിട്ടില്ല, ഇവര് എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല എന്ന് അവന്തികയെ കുറ്റപ്പെടുത്തി അനഘ പറയുമ്പോൾ ഇത് കേട്ട് നിന്ന് അവന്തിക പറഞ്ഞു, നീ എൻ്റെ സഹോദരിയാണെന്നുള്ള ഒറ്റ പരിഗണനയിലാണ് ഇത്രയും നാളും നിന്റെ ജീവൻ നിലനിന്ന് പോയത്, ഇനി അങ്ങനെ ഒരു പരിഗണന ഉണ്ടാവുമെന്ന് നീ കരുതണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരതി പറഞ്ഞു, അതെ, നിങ്ങള് സച്ചിയുടെയും കുടുംബത്തിന്റെയും കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും, നിങ്ങളെ കൊണ്ട് ഞാനത് തിരിച്ചു കൊടുപ്പിക്കും, അവർക്ക് ഞാനത് നേടിക്കൊടുക്കും എന്ന് ആരതി വെല്ലുവിളിക്കുമ്പോൾ അടുത്തു നിന്ന് അനഘ പറഞ്ഞു, അതെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് നന്നായിക്കോടെ, ഇത്രയും വലിയ കൊടുംചതി ആ കുടുംബത്തോട് കാണിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു കൂസലുമില്ലല്ലോ, ഒരു തരി പോലും എന്നോട് സ്നേഹമില്ലാത്ത നിങ്ങൾക്കാണോ മറ്റുള്ളവരുടെ സ്നേഹം തോന്നുന്നത്, കൂടപ്പിറപ്പിനെ കുറിച്ച് യാതൊരു വ്യാകുലതയും ഇല്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീ, എന്തെല്ലാം കിട്ടിയാലും എങ്ങനെയൊക്കെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടിയെടുത്താലും അതൊന്നും പോരാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ബിജുക്കുട്ടനും സച്ചിയും കൂടി അവിടേക്ക് എത്തി. എന്താ എന്താ പ്രശ്നം, എന്താ വക്കീലെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, അവന്തിക മേഡത്തിന് അനഘയെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ആഹാ അത് ശരി, അങ്ങനെയാണോ, എന്നാ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സച്ചി വെല്ലുവിളിക്കുമ്പോഴേക്കും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ അടുത്ത് നിന്ന് അവന്തികയുടെ വക്കീൽ വിളിച്ചു, വേണ്ട മേഡം, ഇത് കോടതിയാണ്, മേഡം നമ്മൾ എടുത്തുചാടിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന്തിക ദേഷ്യത്തോടെ അനഘയോട് പറഞ്ഞു, അതെ, നീ ചെവിയിൽ കുറിച്ചിട്ടോ, ഇനി നിനക്ക് അധികം ആയുസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു, അല്ലെങ്കിലും എനിക്കിനി അധികം നിങ്ങളുടെ സഹോദരി എന്ന നിലയിൽ ജീവിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് അവന്തികയുടെ ദേഷ്യത്തോടെ അനഘ അറിയിച്ചു. അപ്പോഴേക്കും കലിതുള്ളി അവന്തിക നേരെ
കാറിലേക്ക് കയറാനായി പോകുന്നു. ഈ സമയത്ത് അവിടെ നടന്ന വാദപ്രതിവാദങ്ങളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ കൃത്യമായി കേൾക്കുകയായിരുന്നു അർച്ചന. അവന്തിക കാറിൽ കയറി അവിടുന്ന് പോകുന്ന കണ്ടപ്പോഴേക്കും സച്ചി വേഗം തിരിഞ്ഞു നോക്കുമ്പോൾ അർച്ചന പതിയെ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് നടന്നു പോകുന്ന കാഴ്ച കണ്ടു സച്ചി. സച്ചിയാകെ സംശയത്തോടെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്ന് പർദ്ദയിട്ട ഒരു സ്ത്രീയാണ് നമ്മുടെ വീട്ടിൽ പണം കൊണ്ട് തന്നതെന്ന് കമലമ്മ പറഞ്ഞ കാര്യം സച്ചി ഓർത്തു. ഉടൻ തന്നെ സച്ചി അത് ആരാണെന്ന് അറിയാനായും അയാൾ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ വേഗം തന്നെ അതുവഴി പർദ്ദ അണിഞ്ഞു പോയ ആ സ്ത്രീയുടെ പിന്നാലെ സച്ചി ഇരുന്നു. ഓടിച്ചെന്ന് സച്ചി ആ പർദ്ദയുടെ വേലി മാറ്റിയതും ആ സ്ത്രീ സച്ചിയോട് ദേഷ്യപ്പെട്ടു. താൻ എന്ത് പണിയാടോ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, അയ്യോ സോറി, എനിക്ക് അബദ്ധം പറ്റിയതാ, ഞാൻ മറ്റൊരാളാണെന്ന് കരുതിയ വന്നത് എന്ന് സച്ചി അറിയിച്ചു. അതിനുശേഷം സച്ചിയും ആരതിയും മറ്റെല്ലാവരും അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞു, അനഘേ മോളെ, നീ ഏട്ടനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, വക്കീല് ഒരു ബ്രഹ്മാസ്ത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല നീ ആയിരിക്കുമെന്ന് എന്ന് സച്ചി പറയുന്നത് കേട്ട് അനഘ പറഞ്ഞു. അനഘയുടെ അനഘ അങ്ങനെ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ ആരതി പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എന്നെ അനഘ വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കേസിന് വഴിത്തിരിവായത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനഘ തന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരതി അവരോടെല്ലാവരോടും അറിയിച്ചു. അന്ന് ആരതി അനഘയോട് പറഞ്ഞു, അനഘ നാളെ കോടതിയിൽ വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, അതേ വരി കോടതിയിൽ അനഘ പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ താൻ വരാമെന്ന് അനഘ ഉറപ്പ് നൽകിയതൊക്കെ ആരതി സച്ചിയോടും ബിജുക്കുട്ടനോടും പറഞ്ഞു. പിന്നെ ഇത്രയേറെ തെളിവുകൾ നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ അവന്തിക്കെതിരെ സാക്ഷി പറയാൻ കൂടി ഒരാളുണ്ടെങ്കിൽ പിന്നെ കോടതിക്ക് എല്ലാം ബോധ്യമാവും. പിന്നെ കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം സച്ചിക്ക് നമുക്ക് അനുകൂലമായി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും സച്ചിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ സച്ചിക്ക് തിരികെ നേടി തന്നിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്ന് ആരതി ഉറപ്പ് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നെല്ലിശ്ശേരിയിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ആ വീട്ടിലേക്ക് ഒന്നുകൂടി കയറിയിട്ട് വേണം എനിക്കെൻ്റെ അച്ഛൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയാൻ, അച്ഛാ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരികെ പിടിച്ചുവെന്ന്. അത് ഓർത്തുകൊണ്ട് സച്ചി അഭിമാനത്തോടുകൂടി തലയുയർത്തി ആ കോടതി വളപ്പിൽ നിൽക്കുമ്പോൾ കമലമ്മ ഈ സന്തോഷ വാർത്ത ആതിരയെ വിളിച്ച് അറിയിച്ചു. ഇന്നത്തെ കേസിൽ നമ്മൾ വിജയിച്ചുവെന്നും അടുത്ത ദിവസം തന്നെ വിധി ഉണ്ടാകുമെന്നും കമലമ്മ പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ആതിര ഞെട്ടി നിൽക്കുകയാണ്. സത്യത്തിൽ കോടതിയിൽ നമ്മളെ ജയിപ്പിച്ചത് ആരാണെന്ന് അറിയാവോ? അനഘയാണ് ഇന്ന് അവിടെ ചെന്ന് സാക്ഷിമൊഴി നൽകിയത് അവന്തിക്ക് എതിരായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, എന്നിട്ട് അവളിതൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞതും കമലമ്മ പറഞ്ഞു, അത് തന്നെ, എന്നോടും അവളൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് പുറത്തൊന്ന് പോകണമെന്നും എന്തോ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കണമെന്നും പറഞ്ഞാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവൾ കൊള്ളാം അമ്മേ, അവളുടെ ധൈര്യം കൊള്ളാം എന്ന് ആതിര പറയുമ്പോഴേക്കും ആതിര അങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുന്ന സമയത്ത് അവിടേക്ക് കനകാംബരം മുതലാളി ആതിരയുടെ അരികിലേക്ക് എത്തിയത്. മുതലാളിയെ തന്നെ അരികിലേക്ക് നടന്നു വരുന്നത് കണ്ട് സംശയത്തോടെയും ഞെട്ടലോടെയും ആതിര അടുത്തേക്ക് വന്ന കനകാംബരം മുതലാളിയെ നോക്കിയിരിക്കുന്നു.